നമസ്കാരം. ഇന്ന് ഞാൻ പിക്ക് ലൈൻ ഇട്ടതിന് നല്ല പെയിനുണ്ട്, വീട്ടിലുണ്ട്. മുഖത്തൊക്കെ പാടുണ്ടല്ലേ, ദേഹത്തൊക്കെ ഉണ്ട്, ഭയങ്കര പെയിനാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഈ കിടക്കയിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ വേദന കൊണ്ട് കിടക്കുമ്പോൾ ഞാനൊരു പാട്ട് പാടി ആശ്വസിക്കാറുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട ചില കാര്യങ്ങൾ കണ്ടപ്പോൾ വല്ലാതെ വിഷമം തോന്നി. അത് എന്താണെന്ന് പറയാൻ പോലും ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു പോസ്റ്റ് ശ്രദ്ധിച്ചോ? രേണുസുതിയുടെ കാണിച്ച രീതി ഒരിക്കലും ശരിയല്ലല്ലേ. ഏതോ ഒരു തന്തയില്ലാത്തവൻ ചെയ്ത പണിയാണിത്. അത് ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. ആ ഒരു പോസ്റ്റിന്റെ പേര് എല്ലാം ഉണ്ട്, നമുക്ക് കിട്ടിയതാണ് അത് ആരാണ് പോസ്റ്റ് ചെയ്തത് എന്നുള്ളത്. പക്ഷേ അങ്ങനെ ഇപ്പൊ റീച്ചിന് വേണ്ടി ചെയ്ത പരിപാടിയാണ്, നിങ്ങൾ അറിയണ്ട. എന്താണ് ഈ ഒരു ചാനലിലൂടെ അയാളുടെ പേര് നിങ്ങൾ അറിയണ്ട. അത് റീച്ചിന് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ തന്നെ ചെയ്തില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ആ പോസ്റ്റ് കണ്ട് കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ട് അടിക്കുകയും ചെയ്തു. ഇന്ന് ആ ഒരു പേജ് കാണാനില്ല. സത്യത്തിൽ രേണുസുതിയോട് കാണിച്ച രീതി ശരിക്കും പറഞ്ഞാൽ അത് ഒരിക്കലും ശരിയല്ല. രോഗം എന്ന് പറയുന്നത് ആരും ചോദിച്ചു വാങ്ങുന്നതൊന്നല്ല, അത് അവരുടെ കുറ്റവുമല്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഈ വേദനയെ വെറും ഒരു കണ്ടന്റ് ആക്കി മാറ്റിയിട്ട് ലൈക്കിനും വ്യൂസിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് കണ്ടാൽ സത്യം പറഞ്ഞാൽ മനസ്സ് മടുത്തു പോകും. ശരിക്കും ഞാൻ രേണുസുതിന്റെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. കാരണം ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് രേണുവിന്റെ ഒരു വീഡിയോയോട് ഞാൻ നിർത്തിയതാണ്. അപ്പം ആ ഒരു അവസ്ഥയിൽ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ഒരു കണ്ടന്റ് ആക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഫൈനലായിട്ട് ലാസ്റ്റ് കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറുടെ അഭിപ്രായവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാൻ ലാസ്റ്റ് ആയിട്ട് രേണുവിന്റെ ചെയ്തത്. അത് നമ്മൾ അത്യാവശ്യം അറിയേണ്ട ഒരു വീഡിയോ ആണ്. കാരണം ഒരു ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന്, രേണുസുതിക്ക് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചും ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ തീർച്ചയായിട്ടും കാണുക. വളരെ ഉപയോഗപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വീഡിയോ തന്നെയാണ് അത്, ആ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ. അപ്പം അതോടുകൂടി ഞാൻ അത് ലാസ്റ്റ് രേണുസുതിയുമായി ബന്ധപ്പെട്ട വീഡിയോ ലാസ്റ്റ് ഫൈനൽ എന്ന് വിചാരിച്ചത് മാറ്റി നിർത്തിയതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇടാൻ പോയില്ല. പക്ഷെ ഈ ഒരു പോസ്റ്റ് കണ്ടപ്പം എനിക്കിത് ചെയ്യാതിരിക്കാൻ തോന്നിയില്ല. കാരണം അത്രമാത്രം ഒരു എന്താ പറയണ, ഒരു തന്തയില്ലാത്തവൻ ചെയ്ത പണിയാണ്. അതൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലെ. ജീവിച്ചിരിക്കുന്ന ഒരാളെ എനിക്ക് പറയാൻ തന്നെ അത് പറ്റുന്നില്ല. അങ്ങനെ ഒരു എന്തിനാണ് ഒരു അസുഖം എന്ന് പറയുന്നത് ആരെയും വരുന്നത്, ആർക്കും വരാം. നോർമലായിട്ട് നിൽക്കുന്ന ആർക്കും വരാം. നമുക്കറിയാൻ പറ്റുമോ ഈ ഒരു അസുഖം നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളത്? നമുക്കറിയാൻ പറ്റുമോ? അതിന്റെ ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തുമ്പോഴാണ് പലരും അറിയുന്നത് തന്നെ. ശരിക്കും നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുന്നതും എന്തിനാണ്? അറിവും വിനോദവും ഒക്കെ പങ്കുവെക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ ഇത് വെറും ഒരു ക്രൂരതയായിട്ടാണ് തോന്നിയത്. ഇത് കാണുമ്പോൾ തന്നെ വെറും ഒരു ക്രൂരത. കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടെന്ന് വെച്ച് എന്ത് വൃത്തികെട്ട കളിയും കളിക്കാം എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പം ചില ആളുകൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ അയാൾ അൺഫോളോ ചെയ്യാം, അല്ലെങ്കിൽ എന്താ ചെയ്യാം, അതിനെ ബ്ലോക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ ആ വീഡിയോ കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ അതിനെ സ്ക്രോൾ ചെയ്ത് കൊണ്ടുപോകാം. അതല്ലേ മാന്യത എന്ന് പറയുന്നത്. എന്നാൽ അതിനേക്കാൾ ഉപരി വ്യാജ വാർത്തകളിലൂടെ ഒരാളെ നിരന്തരം വേദിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണിത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്തരം വാർത്തകൾ വായിക്കുമ്പോൾ ആ ഒരു വ്യക്തിയുടെ മനസ്സ് എന്തായിരിക്കും അനുഭവിച്ചിട്ടുണ്ടാവുക? അവരുടെ വീട്ടുകാരുടെ വേദനയോ അല്ലെങ്കിൽ വിമർശനം ആർക്കും വരാം. നമുക്കറിയാം രേണുസുതി എന്ന ഒരു ക്യാരക്ടറിന് ഇന്നേ വരെ വിമർശിക്കപ്പെട്ടുള്ള ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ഒരാളാണ് രേണുസുതി എന്ന വ്യക്തി അല്ലെ. അത് അവർ കാണിച്ച കുറെ പ്രവർത്തികൾ പലർക്കും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഈ ഒരു അസുഖം അറിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞ ഒരുപാട് പേര് ഇപ്പോൾ രേണുവിന് ഫുൾ സപ്പോർട്ടുമായിട്ടാണ് മതി. ഈ റിയാക്ഷൻ ചാനൽ ചെയ്യുന്ന ആൾക്കാർ സഹിതം രേണുവിന് ഇപ്പോൾ ഫുൾ സപ്പോർട്ടാണ്. കാരണം അവരാരും രേണുവിന് അസുഖം ഉണ്ടാകണം അല്ലെങ്കിൽ ഈ ഒരു നിലയിലാകണം എന്ന് ആഗ്രഹിച്ചിട്ടല്ല പലരും വീഡിയോ ചെയ്യുന്നത്. പലരും അവരുടെ ആ നിലപാടിന് എതിരെയാണ് വീഡിയോ ചെയ്തത്. അതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വിമർശനം ഉണ്ടാകാനുള്ള കാരണം, അവരുടെ ചെയ്ത പ്രവർത്തികൾ. പക്ഷെ ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരാളെ മനഃപൂർവ്വം തകർക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാനാവില്ല. വൈറലാകാൻ എന്ത് കോപ്രായം കാണിക്കാം എന്നല്ല, മനുഷ്യനായിട്ട് നിലനിൽക്കുക എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. എന്നാലും ഈ ഒരു എന്താ പറയണേ, ഇപ്പൊ നമുക്കറിയാം രേണുസുതി ചികിത്സയുടെ ഭാഗമായിട്ട് ഹോസ്പിറ്റലുമായിട്ട് പോവുകയാണ്. കീമോ ചെയ്യുന്ന ഒരു പരിപാടി അറിയാലോ, ക്യാൻസർ പേഷ്യൻസിന്റെ. ശരിക്കും ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു വാർഡ് ഏതെന്ന് ചോദിച്ചാൽ ക്യാൻസർ വാർഡുകൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസം പുള്ളിക്കാരി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അവർ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. ഇന്ന് ഞാൻ പിക്ക് ലൈൻ ഇട്ടതിന് നല്ല പെയിനുണ്ട്, വീട്ടിലുണ്ട്. മുഖത്തൊക്കെ പാടുണ്ടല്ലേ, ദേഹത്തൊക്കെ ഉണ്ട്, ഭയങ്കര പെയിനാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഈ കിടക്കയിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ വേദന കൊണ്ട് കിടക്കുമ്പോൾ ഞാനൊരു പാട്ട് പാടി ആശ്വസിക്കാറുണ്ട്. നിങ്ങൾക്ക് പലർക്കും ഈ പാട്ട് അറിയായിരിക്കും, എങ്കിലും ഞാൻ എൻ്റെ രീതിയിലൊന്ന് പാടാം. ഇങ്ങനെ വേദന അനുഭവിക്കുന്നവർക്ക് ചിലപ്പോൾ ആശ്വാസമാകുമായിരിക്കുമല്ലോ. ഞാൻ വലിയ പാട്ടുകാരിയൊന്നുമല്ല കേട്ടോ. രോഗമെന്നെ പീഡിച്ചൻ, ദേഹം ക്ഷയിച്ചാലുമേ, രോഗമെന്നെ പീഡിച്ചൻ, ദേഹം ക്ഷയിച്ചാലുമേ,
വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിടാം. വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിടാം. യേശുവിനടിസ്ഥാനം ആശയവനിലത്തെ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. സോ എല്ലാവരും എനിക്കിനി പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. ബ്ലീഡിംഗ് ഉണ്ട് ചെറുതായിട്ട്. സോ പെയിനാണ്. ഗുഡ് നൈറ്റ്. രേണുവിന്റെ ഒരു അവസ്ഥ കണ്ടാൽ നമ്മുടെയൊക്കെ കണ്ണ് നിറയലേ. അത്രമാത്രം ക്ഷീണിതയായിട്ട് മുഖത്തൊക്കെ പാടുണ്ട്. വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ പുള്ളിക്കാരി. മുഖത്ത് പാട്, ഈ ഒരു മുഖത്ത് ഇങ്ങനത്തെ പാട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്താ ഇങ്ങനെ സംഭവിച്ചത്. ഒരുപക്ഷെ നമ്മള് പലപ്പോഴും വെളുക്കാൻ വേണ്ടി തേക്കുന്ന സംഭവമാണ്. ഗ്ലൂട്ടാതയോണിന്റെയൊക്കെ എഫക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. അത് കാരണം അറിയില്ല, അത് ഉപയോഗിക്കുന്നവർക്ക് എത്രത്തോളം എന്താണ് എഫക്റ്റ് ഉണ്ടാകുന്നതെന്ന് അറിയില്ല. പുള്ളിക്കാരി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഗ്ലൂട്ടാതയോൺ എടുത്തിട്ടുണ്ട്, വെളുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, ഇതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പുള്ളിക്കാരി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പല കോസ്മെറ്റിക് സർജറികളും പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. നമ്മളത് മിക്ക വീഡിയോസിലും കാണും, അവർ പ്രൊമോഷന്റെ ഭാഗമായിട്ടൊക്കെ വന്ന് പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പോൾ ഈ രേണുവിന്റെ വീഡിയോ കാണുമ്പോൾ ശരിക്കും നമുക്കൊന്നും സംസാരിക്കാൻ കഴിയില്ല. അതാണ് ഒന്നാമത്തെ അവസ്ഥ എന്ന് പറയുന്നത്. നെഞ്ചിലൊക്കെ ഒരു ഭാരം വന്ന് മൂടുന്ന പോലെ അല്ലേ ഇങ്ങനത്തെ ഒരു അവസ്ഥ. അങ്ങനെ ഒരു വീഡിയോ ആണ് നമ്മുടെ രേണു ഇവിടെ പുറത്തു വിട്ടു. ശരിക്കും മുൻപ് രേണു സുധീന്റെ ഒരു വീഡിയോ കണ്ടാൽ നമ്മളൊക്കെ വെറുതെ ഇരുന്ന് പുച്ഛിച്ച് ചിരിക്കുമായിരുന്നല്ലേ, രേണുവിന്റെ കോപ്രായങ്ങളെല്ലാം കണ്ട്. ഈ ഒരു അവസ്ഥ മാറിത്തിരിയുമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിച്ചിരുന്നു? ശരിക്കും മനസ്സിനെ വിഷമിപ്പിക്കുന്നതാണ് ഇപ്പൊ അവരുടെ വീഡിയോകൾ കാണുമ്പോഴൊക്കെ നമുക്ക് തോന്നുന്നത്. ചികിത്സയുടെ ഭാഗമായിട്ട് പീക്ക് ലൈൻ ഇട്ടതിന്റെ കഠിനമായിട്ടുള്ള വേദനയിലാണ് അവരിപ്പോൾ. മുഖത്തൊക്കെ അതിന്റെ പാടുകളുമുണ്ട്, ശരീരത്തിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാകുന്നുണ്ടൊക്കെ എന്നൊക്കെ രേണു പറയുന്നുണ്ട്. പക്ഷെ ആ കിടക്കയിൽ കിടന്ന വേദന കൊണ്ട് പിടയുമ്പോഴും അവർ ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഒരു പാട്ടിലൂടെയാണ്. എന്തായാലും തനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് രേണു ആ വീഡിയോ അവസാനിപ്പിക്കുന്നത്. തീർച്ചയായും രേണുവിന് ആ കഠിനമായ വേദനകളിൽ നിന്ന് എത്രയും പെട്ടെന്ന് മോചനം കിട്ടട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. പഴയതുപോലെ തന്നെ അവർ ശക്തമായിട്ട് തിരിച്ചു വരട്ടെ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടെങ്കിലും. എന്നാൽ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ തന്നെ കമന്റ് ബോക്സിൽ നമുക്കറിയാലോ 2 തരത്തിലുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലെ ചില കമന്റുകൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അത്ഭുതം തോന്നിപ്പോകും. രേണുസുതി വളരെ വേദനയോടെ പങ്കുവച്ച വീഡിയോ ഉണ്ടല്ലോ, അതിന് താഴെ വന്ന കമന്റുകൾ കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമവും തോന്നി. അതായത് ഒരാൾ കുറിച്ചിരിക്കുന്നത്, അദ്ദേഹം പറയുന്നത് രേണു ക്യാൻസർ സെന്ററുകളിലൊന്ന് സന്ദർശിക്കണമെന്നും മറ്റുള്ള രോഗികളെ താഴ്ത്തി കിട്ടുന്ന രീതിയിൽ വീഡിയോ ഇടരുത് എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. നെഗറ്റീവാണ്, ഒരുപാട് കമന്റ്സ് ഉണ്ട്. അതുപോലെ ഇവിടെ പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത് രേണു ഇത്തരം വീഡിയോകൾ ചെയ്യേണ്ട ആവശ്യമല്ല എന്നാണ് അവർ പറയുന്നത്. എന്നാൽ നമ്മൾ രേണുവിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവർ തന്നെ ഏറ്റവും വലിയ വേദനയാണ് ഇവിടെ പങ്കുവെക്കുന്നത്. ആ വേദനയെ നമ്മൾ ഒരിക്കലും എന്താ പറയുക ഒരു നെഗറ്റീവായിട്ട് കാണേണ്ട ആവശ്യമില്ല. ഇവിടെ ആ ഒരു കമന്റ് ഇട്ടയാൾ ഉദ്ദേശിച്ചതായിരിക്കാം ചിലപ്പം രേണു അല്ല ആദ്യത്തെ ഒരു ക്യാൻസർ പേഷ്യന്റ് എന്നുള്ള രീതിയിലായിരിക്കാം. അത് ശരിയാണ്, രേണു അല്ല ആദ്യത്തെ ക്യാൻസർ പേഷ്യന്റ് എന്ന് പറയുന്നത്. ഇപ്പം രേണുവിനെ സംബന്ധിച്ച് രേണു ഒരു സെലിബ്രിറ്റിയാണ് അല്ലെ, കൊല്ലം സുധി എന്ന ഒരാളുടെ ഭാര്യയായിട്ട് അറിയപ്പെട്ട് പിന്നീട് സ്വന്തം നിലയ്ക്ക് തന്നെ ഒരു എന്താ പറയുക ഒരു നിലനിൽപ്പ് രേണു ഉണ്ടാക്കിയെടുത്തു. അതുകൊണ്ട് തന്നെ രേണുവിന് അത്യാവശ്യം എന്താ പറയുക ഒരു സ്റ്റാറ്റസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് രേണു ഇപ്പോൾ എന്ത് വീഡിയോ ചെയ്താലും രേണുവിന് നല്ല രീതിയിൽ റീച്ചും കിട്ടും, അതിനനുസരിച്ചുള്ള വരുമാനവും കിട്ടുന്നുണ്ട്. ഇല്ലെങ്കിൽ സഹായിക്കാൻ ഒരുപാട് പേരുണ്ടാകും, കാരണം രേണുവിനെ എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മുടെ ഈ ഒരു ക്യാൻസർ വാർഡുകൾ നമ്മൾ പോയി നോക്കുവാണെങ്കിൽ അവിടെ എത്രയോ കുടുംബം പോലും ഉപേക്ഷിച്ച് എത്രയോ ആളുകൾ അവിടെ ഉണ്ട്. രോഗാവസ്ഥ സ്ഥിതിയിൽ കൂടെ ആളില്ലാത്ത അല്ലെങ്കിൽ കൂടെ ഒരു സഹായത്തിന് പോലും ആരുമില്ലാത്ത എത്രയോ പേഷ്യൻസ് അവിടെയുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു മാതൃകയാണ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതിനോട് യോജിപ്പില്ല. രേണു എപ്പോഴും പറയുന്നത് ഞാൻ ഫൈറ്ററാണ്. ശരിയാണ്, രേണു ഫൈറ്ററാണ്, അല്ല എന്ന് പറയുന്നില്ല. രേണു എന്ന ഫൈറ്ററിനോടൊപ്പം സെലിബ്രിറ്റി എന്ന സ്റ്റാറ്റസും പിന്നെ രേണുവിനെ അറിയുന്ന ആളുകളുമുണ്ട്. എന്നാൽ ഇതുപോലെ ഫൈറ്റർ ആയിട്ടുള്ള ഒരുപാട് പേഷ്യന്റ് ആ ഒരു വാർഡുകളിലുണ്ട്. അവരെ ആരും അറിയുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊണ്ടെത്തിക്കാനോ ഇതുപോലെ ആരും ഉണ്ടാവും. സന്നദ്ധ സംഘടനകളുണ്ട്, എന്നിരുന്നാലും ഇതുപോലെ പുറം ലോകം അറിയാത്ത എത്രയോ ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു കമന്റിൽ അയാൾ ഉദ്ദേശിച്ചത് എന്ന് തോന്നുന്നു. ഈ ഒരു കമന്റ് കുറിച്ചിരിക്കുന്ന വ്യക്തി ഉദ്ദേശിച്ചതായിരിക്കും. അതാണ് എനിക്ക് തോന്നിയത്, എന്റെ തോന്നലാണ്. എല്ലാവർക്കും അതുപോലെ തന്നെ ആ ഒരു അഭിപ്രായം വരണമെന്നില്ലല്ലോ. ശരിക്കും ഇവിടെ രേണുവിനെ കളിയാക്കിയതാണെന്നുള്ള രീതിയിലാണ് മറ്റുള്ള കമന്റ്സ് ഇതിനെ വിമർശിക്കുമ്പോൾ പറയുമ്പോൾ എനിക്ക് ഇതാണ് തോന്നിയത്. പിന്നെ ചില കമന്റുകൾ നോക്കുമ്പോൾ നമുക്ക് തോന്നുമല്ലേ സദാചാരത്തിന്റെ പേരിൽ നമ്മൾ പലപ്പോഴും മനുഷ്യത്വത്തെ മറന്നു പോകുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ സംശയിക്കുന്ന രീതിയിലുള്ള കമന്റുകൾ വരാറുണ്ട്. എന്നാൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഈ ഒരു കമന്റ് കണ്ടപ്പോൾ? അതെന്താണെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക.
അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം നടി പ്രിയങ്ക എല്ലാവർക്കും അറിയാല് രേണുസുതിയുമായി ബന്ധപ്പെട്ട് പ്രിയങ്കയോട് ഒരു ആങ്കർ ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. മെസ്സേജ് ഒന്നും ചെയ്യാറില്ല. നമുക്ക് ഷോക്കഡായിരുന്നു, നമുക്കറിയില്ല. പക്ഷേ അതിനകത്ത് പറഞ്ഞ ഒരു കാര്യത്തിനോട് എനിക്കിപ്പം യോജിപ്പില്ല. കണ്ടറിയോ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് എങ്ങനെ ചെയ്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കേരള ജനത ഒരു ക്യാൻസർ കാര്യങ്ങൾ വന്ന ഒരു സ്ത്രീ ഇതുപോലെ കുറേ പോസിറ്റീവ് കുട്ടിക്കുണ്ട്, ജോലി ചെയ്ത് ജീവിക്കുന്നു, അതൊക്കെ ഉണ്ട്. അതിന് സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സഹായിക്കും. എത്ര രൂപ വേണം ഒന്ന് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അവരൊക്കെ കൊടുത്തില്ലേ? ന്യായമായിട്ടുള്ള കാര്യത്തിന് എന്താണ് കേരളത്തിലുള്ള ജനങ്ങൾ സഹായിക്കാത്തത്? അതിനൊന്നും ഒരു പ്രശ്നമില്ല. നമ്മളൊക്കെ കൂടി ഉണ്ടാവും, എല്ലാ കാര്യങ്ങൾക്കും കൂടി ഉണ്ടാവും. ആവശ്യപ്പെട്ടാൽ ഞങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കും. പ്രാർത്ഥനയുണ്ട് ഞങ്ങളുടെ. കാരണം വേഗം എല്ലാം സുഖപ്പെട്ട് അവൾ തിരിച്ചു വരട്ടെ. അത്രയേ ഉള്ളൂ. നമുക്കൊന്നും ആരോടും. ഇവിടെ രേണുസുധയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഫണ്ട് പിരിവിനെ കുറിച്ച് പ്രിയങ്ക നടത്തിയ പരാമർശങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാകുന്ന പണവും മറ്റുള്ളവരോട് യാചിച്ചു കിട്ടുന്ന പണവും തമ്മിലുള്ള വലിയ വ്യത്യാസത്തെക്കുറിച്ച് തന്നെ താരം നടത്തിയ ഈ ഒരു പ്രസ്താവനയിൽ പലരും വേദനിച്ചിരിക്കുകയാണ്. അതായത് സോഷ്യൽ മീഡിയയിൽ ഇതിനെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. അധ്വാനിച്ച് ജീവിക്കുന്നവരുടെ ഇടയിൽ ഈ വിഷയം വലിയൊരു ചർച്ചയായി മാറിയിട്ടുണ്ട്. പലരുടെയും വരുമാനം തകർന്നു പോകുന്ന സാഹചര്യത്തിലൂടെയാണ് സിനിമാ മേഖലകളും കടന്നു പോകുന്നത്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇത്തരം പ്രസ്താവനകൾ ശരിയാണോ അതോ തെറ്റാണോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം തന്നെ താഴെ കമന്റ് ചെയ്യുക കേട്ടോ.